വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുണ്ടോ? ഓക്കെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മലയാളത്തിലെ ര എന്ന അക്ഷരമാണ്. നമ്മൾ ഇന്ന് ഏതക്ഷര പഠിക്കാൻ പോകുന്നത്? ര. 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 ഒന്ന് പറഞ്ഞേ. ര. ര. ഒന്ന് ഉറക്കെ പറഞ്ഞേ. ര. 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 ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ വേറെ രണ്ട് അക്ഷരങ്ങൾ പഠിച്ചത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഏതായിരുന്നു? ഏതായിരുന്നു? റ, ഞ. റ, ഞ. അത് എങ്ങനെയാണ് എഴുതുന്നത്? ഒന്ന് പറഞ്ഞേ, അത് എങ്ങനെ എഴുതും? റ എങ്ങനെ എഴുതുക? ഇതാണ് റ, ഇതാണ് റ. ഇനി ഞ എങ്ങനെ എഴുതും? റ എഴുതുക, അതിന് കൂട്ടിയിട്ട് വേറൊരു റ കൂട്ടി എഴുതിയാൽ എന്തായി? ഞ. ഇതാണ് ഞ, ഇത് റ, ഇത് ഞ. ഇനി നമുക്ക് ര എങ്ങനെ എഴുതാൻ നോക്കിയാലോ? എളുപ്പമാണ് കേട്ടോ. അതും റ എഴുതുക, എന്നിട്ട് ഇങ്ങനെ ചെയ്യാം. ഇതാണ് ര, ഇതാണ് ര. ഒന്നുകൂടെ കാണിച്ചു തരാം. ഇതാണ് ര, ഇതാണ് ര. എളുപ്പല്ലേ? ഒന്നുകൂടെ എങ്ങനെ എഴുതാന്ന് പറഞ്ഞുതരാം. കണ്ടോ? റ എഴുതുക, എന്നിട്ട് ഇതുപോലെ ചെയ്യാം. ഇതാണ് ര, ഇതാണ് ര. എളുപ്പല്ലേ? നിങ്ങൾക്കും ഇതുപോലെ സ്ലേറ്റിൽ തന്നെ എഴുതിക്കൂടെ? അപ്പൊ നിങ്ങള് ര ര എന്ന് പറഞ്ഞിട്ട് എഴുതി പഠിക്കാം. ഓക്കെ, ഇനി ര വെച്ചിട്ട് ഒരു വാക്ക് പഠിക്കാനുണ്ട്. അതെന്താണെന്നറിയോ? ഞാൻ ചിത്രം കാണിച്ചു തരട്ടെ. ഓക്കെ, ഇതെന്താണെന്നറിയോ? രഥം. രഥം. കണ്ടോ? ഫസ്റ്റ് ര എന്ന് വരുന്നുണ്ട്. രഥം, രഥം, രഥം. ഓക്കെ, രഥം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? പണ്ട് കാലത്ത് രാജാക്കന്മാര് സഞ്ചരിച്ചിരുന്ന വാഹനാണ് ഏത്? രഥം. രഥം. അങ്ങനെ തന്നെ പഠിച്ചു വെക്കണം. നിങ്ങളോട് ചോദിക്കാണ്, പണ്ട് കാലത്ത് രാജാക്കന്മാര് സഞ്ചരിച്ച വാഹനം ഏതാന്ന് ചോദിക്കുമ്പോ നിങ്ങൾ എന്ത് പറയണം? രഥം, രഥം. ഓക്കെ, മറന്നു പോകാൻ പാടില്ല. പണ്ട് കാലത്ത് രാജാക്കന്മാര് സഞ്ചരിച്ചിരുന്ന വാഹനാണ് ഏത്? രഥം, രഥം. ഓക്കെ, ഞാൻ എന്നാ രഥം ബോർഡിൽ ഒട്ടിക്കാൻ പോവാണേ. ഒന്ന് വായിച്ചേ. ര, ര, ര. ര വെച്ചിട്ട് എന്ത് പഠിച്ചു? രഥം, രഥം. രഥം എന്ന് പറഞ്ഞാൽ എന്താ? പണ്ട് കാലത്ത് രാജാക്കന്മാര് സഞ്ചരിക്കാൻ ഉപയോഗിക്കുന്ന വാഹനാണ് ഏത്? ഏത്? രഥം. ഓക്കെ, മറന്നു പോകാൻ പാടില്ല. ര, രഥം, ര, രഥം. പണ്ട് കാലത്ത് രാജാക്കന്മാർ സഞ്ചരിച്ചിരുന്ന വാഹനാണ് രഥം. ഓക്കെ, ഇനി ഞാൻ ബോർഡിൽ കുറച്ച് വാക്കുകൾ എഴുതും. അതില് ര എന്ന അക്ഷരം ഏതാ നിങ്ങൾ പറയണം. റെഡിയാണോ? റെഡിയാണോ? ഓക്കെ, രണ്ട്, രണ്ട്. ഓക്കെ, അടുത്തത് രസം, രസം. ഓക്കെ, അടുത്തത് രാജാവ്, രാജാവ്. ഓക്കെ, രണ്ട്, രസം, രാജാവ്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്താ? ഇതിലെ ര എന്ന അക്ഷരം ഏതാന്ന് എനിക്കൊന്ന് പറഞ്ഞു തരാം. ഫസ്റ്റ് വൺ രണ്ട്. ഇതിലേതാണ് ര? ഇതിലേതാണ് ര? ഏതാണ്? ഇതാണ് ര. വെരി ഗുഡ്, നിങ്ങൾ ര പഠിച്ചൂലേ? വെരി ഗുഡ്. അടുത്തത് രസം, രസം. ഇതിലേതാണ് ര? ഏതാണ് ര? വെരി ഗുഡ്, ഇതാണ് ര. വെരി ഗുഡ്. ലാസ്റ്റ് വൺ രാജാവ്, രാജാവ്. രാജാവില് ര എന്ന അക്ഷരം നിങ്ങൾ കാണുന്നുണ്ടോ? കാണുന്നുണ്ടോ? ഏതാണ്? ഇതാണ് ര, ഇതാണ് ര. വെരി ഗുഡ്. ഇപ്പൊ നമ്മള് ര വെച്ചിട്ട് ഇത്രയും വാക്കുകൾ പഠിച്ചൂല്ലേ? ഈ വാക്കുകളൊക്കെ ഉൾക്കൊള്ളിച്ച് ഒരു കുഞ്ഞു പാട്ട് ഞാനൊന്ന് പാടിത്തരട്ടെ, പാടിത്തരട്ടെ. ഓക്കെ, ശ്രദ്ധിച്ച് കേൾക്കണേ. രാജാവങ്ങ് വരുന്നുണ്ട്, രഥത്തിലേറി വരുന്നുണ്ട്, രത്നം കയ്യിലിരിപ്പുണ്ട്, കാണാൻ നല്ല രസമുണ്ട്. ഓക്കെ, ഒന്നുകൂടെ പാടിയാലോ? എന്റെ കൂടെ നിങ്ങളും പാടണേ. രാജാവങ്ങ് വരുന്നുണ്ട്, രഥത്തിലേറി വരുന്നുണ്ട്, രത്നം കയ്യിലിരിപ്പുണ്ട്, കാണാൻ നല്ല രസമുണ്ട്. ഓക്കെ, ഇഷ്ടപ്പെട്ടോ? പാട്ട് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു അല്ലെ? ഓക്കെ, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഏത് അക്ഷരമാണ് പഠിച്ചത്? ഒന്ന് പറഞ്ഞേ. ര, ര, ര.
ഒന്നുകൂടെ ഒന്ന് വായിച്ചേ. ര ര ര. ഓക്കെ, ര വെച്ചിട്ട് എന്ത് പഠിച്ചു? രഥം രഥം രഥം. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, പണ്ട് കാലത്ത് രാജാക്കന്മാര് സഞ്ചരിക്കാൻ ഉപയോഗിച്ചിരുന്ന വാഹനം ഏതാണ്? ഏതാണ്? ഒന്ന് പറഞ്ഞേ, ഏതാണ്? രഥം. വെരി ഗുഡ്. ഏതാണ്? രഥം. ഓക്കെ. പിന്നെ ഞാൻ എങ്ങനെ എഴുതാ? എങ്ങനെ എഴുതും? ഒന്ന് പറഞ്ഞേ, എങ്ങനെ എഴുതും? എളുപ്പല്ലേ? നിങ്ങൾക്ക് സ്ലേറ്റിൽ എഴുതിക്കൂടെ? എഴുതിക്കൂടെ? ഇതാണ് ഇതാണ് ര. ഇതാണ് ര. ഓക്കെ. എല്ലാവരും ഇനി ടെക്സ്റ്റ് ബുക്ക് ഒന്ന് എടുത്തോ. അതിലെ പേജ് നമ്പർ 64. പേജ് നമ്പർ 64 കണ്ടോ? മുകളിൽ എന്ത് കൊടുത്തിട്ടുണ്ട്? ര. കണ്ടോ? ര കൊടുത്തിട്ടുണ്ട്. ഇവിടെ രഥത്തിന്റെ ചിത്രം കൊടുത്തിട്ടുണ്ട്. ഓക്കെ. പിന്നെ ഇവിടെ വൈറ്റ് കളറില്, വെള്ള കളറില് ര എന്ന അക്ഷരം വലുതാക്കി എഴുതിയിട്ടുണ്ട്. അതിനെ നമ്മൾ എന്ത് ചെയ്യണം? എന്ത് ചെയ്യണം? വെരി ഗുഡ്, കളർ ചെയ്യണം. നിങ്ങൾ കളർ ചെയ്യൂലേ? ഓക്കെ, വെരി ഗുഡ്. നല്ല കുട്ടികളാണ് കേട്ടോ. താഴെ വാക്കുകൾ എഴുതിയിട്ടുണ്ട്. 2 രസം രാജാവ്. ഓക്കെ. പിന്നെ അതിന്റെ താഴെ കണ്ടോ ഒരുപാട് കള്ളികൾ കൊടുത്തിട്ടുണ്ട്. ആ കള്ളികളിൽ മുഴുവനും ര എന്ന അക്ഷരം പറഞ്ഞിട്ട് എഴുതൂലേ? ഓക്കെ, വെരി ഗുഡ്. അതിന്റെ താഴെ നമ്മൾ നേരത്തെ ര വെച്ചിട്ട് ഒരു പാട്ട് പാടിയല്ലോ, അത് കൊടുത്തിട്ടുണ്ട്. ഒന്നുകൂടെ പാടിത്തരാം. രാജാവങ്ങ് വരുന്നുണ്ട്, രഥത്തിലേറി വരുന്നുണ്ട്, രത്നം കയ്യിലിരിപ്പുണ്ട്, കാണാൻ നല്ല രസമുണ്ട്. ഓക്കെ. ഇനി നിങ്ങൾ എന്ത് ചെയ്യണം? സ്ലേറ്റ് എടുക്കുക. അതില് ര എന്ന അക്ഷരം പറഞ്ഞിട്ട് എഴുതി പഠിക്കുക. അതിനുശേഷം ടെക്സ്റ്റ് ബുക്കിലെ ര എന്ന അക്ഷരം എഴുതി പഠിക്കാം. ഓക്കെ. എന്നാ വേഗം സ്ലേറ്റ് എടുത്ത് എഴുതിക്കോളൂ. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.